അടുത്ത് നമുക്ക് അഭയസങ്കേതമുണ്ട്. യെശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ഇതാ ഹിസ്കിയ രാജാവ് പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അവനെ സകല ശത്രുകരങ്ങളിൽ നിന്നും ആ രാജ്യത്തെയും രാജാവിനെയും രക്ഷിക്കുന്ന ദൈവം. ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കണമെന്നും ആ സ്നേഹം സഹോദരങ്ങളിലേക്ക് പരസ്നേഹമായി അത് പ്രകടമാകണമെന്നും നമ്മൾ ധ്യാനിച്ചു. വിശ്വാസത്തോടുകൂടി ബലിയർപ്പിക്കുമ്പോൾ കായേണ്ടതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ഹാബേൽ അർപ്പിച്ചതുപോലെ നമുക്ക് ശ്രേഷ്ഠമായ ബലി അർപ്പിക്കാൻ സാധിക്കുമെന്നും നമ്മൾ ധ്യാനിച്ചു. ഇതിൻ്റെ എല്ലാം പൂർണ്ണതയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയാണ് ഇതിനെല്ലാം നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അങ്ങനെ പരിശുദ്ധാത്മാവ് എനിക്ക് വലിയ ബോധ്യം തന്നു. ഇവിടെ ഈ പ്രത്യാശാ ഭവനോടുമായി ബന്ധപ്പെട്ട ഒരു ദേവാലയം പണിയാൻ കാരണവും അതാണ്. ഇവിടെ ബലിയർപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ ഈ തെരുവിലലയുന്ന മനോരോഗികളായിട്ടുള്ള മക്കളുടെ ശുശ്രൂഷ, അവരുടെ എല്ലാ പ്രതിസന്ധികളും, അവരുടെ എല്ലാ ശാപങ്ങളും പാപങ്ങളും രോഗങ്ങളും എല്ലാം വഹിക്കണമെങ്കിൽ കർത്താവിൻ്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുന്ന പ്രേക്ഷിതരുണ്ടാകണം. കർത്താവിൻ്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുന്ന ശുശ്രൂഷകർ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈ ആലയം തന്നെ ഇവിടെ ദൈവം ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. വിശുദ്ധ കുർബാന അനുഭവം, പ്രിയമുള്ളവരെ, അത് മസ്റ്റാണത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ് 48-ാമത്തെ വാക്യത്തിൽ, ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചുപോയി. വിശപ്പിൻ്റെ ആഹാരമായിരുന്നു മന്ന. എന്നിട്ടോ ഹല്ലേലൂയ, എല്ലാവരും പറഞ്ഞേ, എന്നിട്ട് അവർ മരിച്ചുപോയി. എന്നാൽ യേശു പറയുകയാണ് 50-ാമത്തെ വാക്യത്തിൽ, ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. 51-ാമത്തെ വാക്യം, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം തന്നെ ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. അപ്പോൾ വിശുദ്ധ ബലിയിൽ പൂർണ്ണമായി പങ്കെടുത്ത് നമ്മളതിൻ്റെ അനുഭവത്തിൻ്റെ ഉടമസ്ഥരാകണം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ 33 വർഷം മുമ്പ് ധ്യാനം കൂടുന്നതിന് മുമ്പ് സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞതിന് ശേഷം വല്ലപ്പോഴുമായിരുന്നു പള്ളിയിൽ പോകുന്നത്. വല്ലപ്പോഴും പള്ളിയിൽ പോകും. പ്രത്യേകിച്ച് സൺഡേ സ്കൂളിലെ കാലത്താണെങ്കിലും പള്ളിപ്പോക്ക് കുറവാണ്. കാരണം പള്ളി കുറേ ദൂരെയാണ്. 2-2.5 കിലോമീറ്ററോളം ദൂരം നടന്നു പോകണം. ഉച്ച കഴിഞ്ഞിട്ടാണ് സൺഡേ സ്കൂൾ. അതുകൊണ്ട് സൺഡേ സ്കൂളിൽ കൃത്യമായിട്ട് പോകും. പള്ളിയിൽ പോക്ക് കുറവാണ്. അപ്പോൾ പിന്നെ ഈ പള്ളിയിൽ പോകുന്ന രാവിലത്തെ സമയത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ? അന്ന് ചെറുപ്പത്തിൽ 10, 12, 13 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഈ ഞായറാഴ്ച ദിവസം ക്രൈസ്തവ കുടുംബങ്ങളിൽ ഇറച്ചി മേടിക്കുന്നൊരു രീതിയുണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ അമ്മ പറഞ്ഞു വിടും, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുകളിലൊരു മലയുണ്ട്, അവിടെ കന്നാലിനെ അറക്കുന്നുണ്ട്, അവിടെ പോയി ഓരോ പങ്ക് ഇറച്ചിയാണെന്ന് പങ്കുവെക്കലാണ്, തൂക്കമല്ല. അപ്പോൾ ഈ അമ്മ എന്നെ പറഞ്ഞു വിടുമ്പോൾ അമ്മ പറയും, നല്ല പങ്ക് നോക്കി എടുത്തോളണം. നമ്മൾ കൊച്ചായതുകൊണ്ട് ശ്രദ്ധിക്കാതെ അതിലൊക്കെ കളിച്ച് നടന്നിട്ട് ലാസ്റ്റ് ഓടിച്ചെന്നാൽ ഒന്നും കിട്ടൂല, എല്ലും മുട്ടിയൊക്കെ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അവിടെ പങ്ക് വെക്കുമ്പോൾ, വെട്ടിക്കഴിഞ്ഞ് പങ്ക് വെക്കുമ്പോൾ തന്നെ നല്ലൊരു പങ്ക് നോക്കി അതിൻ്റെ മുമ്പിൽ നിന്നോളണം. തീരുന്നവരെ ഇതെൻ്റെ പങ്കെന്നുള്ള രീതിയിൽ അവിടെ നിന്നുകൊള്ളണമെന്ന് അമ്മ പറഞ്ഞു വിടും. നമ്മളത് അക്ഷരം പ്രതി പാലിക്കുമ്പോൾ. എന്നാൽ ഞാൻ ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, നീ ഇറച്ചിക്ക് വേണ്ടി നിൻ്റെ കുഞ്ഞുനാളിൽ നല്ല പങ്കെടുക്കാൻ നിന്നതിനേക്കാൾ സ്നേഹത്തോടെ തീക്ഷ്ണതയോടെ നീ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ നിൽക്കണം. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആ ആത്മാവിൻ്റെ പ്രേരണ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നും കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ആ ആഗ്രഹത്തിൽ നിന്നായിരിക്കാം ദൈവം എന്നെ ഈ ശമ്മാശ സ്ഥാനത്തേക്കൊക്കെ സഭാപിതാക്കന്മാരിലൂടെ ഉയർത്തി. ശ്രേഷ്ഠ ഭാവയൊക്കെയാണ് എന്നോട് അത്യധികമായ സ്നേഹം കാണിച്ചത്. ബാബാ തിരുമേനിയാണ് എന്നെ ഈ ശുശ്രൂഷയ്ക്ക് കൈവപ്പ് തന്നതും ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ അനുഗ്രഹ ആശീർവാദവും തന്നത് നമ്മുടെ സഭയിലെ ശ്രേഷ്ഠ ബാബാ തിരുമേനിയാണ്. ഒരുപക്ഷെ അന്ന് അൽമായനായിരുന്ന സമയത്ത് അതിരാവിലെ തന്നെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പോവുകയും പ്രഭാത പ്രാർത്ഥന തുടങ്ങി വിശുദ്ധ കുർബാന അനുഭവിക്കാൻ അതിതാല്പര്യത്തോടെ നിൽക്കുകയും സന്ധ്യ മുതലേ ഒരുക്കുകയും പ്രാർത്ഥന കുർബാന കഴിഞ്ഞ് വന്നിട്ട് ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പ്രാർത്ഥനയ്ക്ക് പോവുകയും എല്ലാം അല്പാൽപമായി സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങുകയും സുവിശേഷം മറ്റുള്ളവരോട് പങ്കുവെക്കുകയും പരസ്യമായിട്ടൊന്നും അല്ലെങ്കിലും അടുത്തിരിക്കുന്നൊരു വ്യക്തിയോട് സഹോദര നിനക്ക് ദുഃഖമുണ്ടോ വേദനയുണ്ടോ നിന്നെ യേശു സ്നേഹിക്കുന്നു എന്ന് പറയാൻ സാധിക്കുകയൊക്കെ ചെയ്തത് പ്രിയമുള്ളവരെ ആ ഒരു സ്നേഹത്തിൽ നിന്നായിരിക്കാമെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുക. കാരണം അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദിവസത്തിൻ്റെ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞു, ഒന്ന്, നിങ്ങൾ യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി സ്നേഹിക്കണം, യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കണം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ ത്രിത്വൈക ദൈവമാണ് നമ്മുടെ സകലത്തിൻ്റെ നിദാനം, നമ്മുടെ രക്ഷ, നമ്മുടെ പൂർണ്ണത. അതിലടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഈ 5 പ്രവർത്തനങ്ങൾ, ഈ 5 ധ്യാനത്തിലൂടെ നാളത്തെ വിശുദ്ധ ബലി ഏറ്റവും ശ്രേഷ്ഠമായി അത് പൂർണ്ണതയിലെത്തുവാനായിട്ട് കഴിയും. വിശുദ്ധമായ ബലിയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ, എന്നേക്കും ജീവിക്കും. ഈ ലോകത്ത് വെച്ച് നമ്മൾ നമ്മുടെ ശരീരം മണ്ണിലേക്ക് പോയാൽ നമ്മുടെ ആത്മാവ് ദൈവത്തോടൊത്ത് എന്നേക്കും വസിക്കും. അതുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കുവാനുള്ള ആ ഒരു സ്നേഹം നമുക്കുണ്ടായിരിക്കണം. ഇത്രയും ധ്യാനത്തിലേക്ക് നമ്മൾ ഉയർത്തിയ നമ്മുടെ സഭാപിതാക്കന്മാരെ നമ്മൾ ബഹുമാനിക്കുകയും അവരോട് നമുക്ക് വിശ്വസ്തതയും കൂറുമുണ്ടായിരിക്കുകയും പരിശുദ്ധ സഭയെ സ്നേഹിക്കുകയും വേണം. സഭയ്ക്കെതിരായ ഒരു കുഞ്ഞു വാക്ക് പോലും പറയരുത്. സഭയെ സ്നേഹിച്ച് ക്രിസ്തുവിനെ ബഹുമാനിച്ച് ആരാധിച്ച് പിതാവായ ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരാനുള്ള ദൈവമക്കളാണ് നമ്മളെല്ലാവരും. അവസാനിപ്പിക്കട്ടെ, ഈ 5 ചിന്ത നമ്മളെ ഒരിക്കൽ കൂടെ ദൈവം ഓർപ്പിക്കുകയാണ്. 1, കരുതുന്ന കാക്കുന്ന ദൈവം, കാരുണ്യവാനും കരുതുന്നവനും കാക്കുന്നവനുമായ ദൈവം. 2-മത്തെ ചിന്ത, സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ആയിരിക്കുന്നവനും ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലായിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലായിരിക്കണമെന്നുള്ള ആഹ്വാനവും. 3-മത്തെ ചിന്ത, വിശ്വാസത്തോടു കൂടിയുള്ള ആരാധന, വിശ്വാസത്തോടു കൂടിയുള്ള ബലി ഹാബേലിൻ്റെ ബലി പോലെ സമർപ്പണം ചെയ്യപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. 4-മത്തെ ചിന്ത, പ്രേക്ഷിത വിളി, മറ്റുള്ളവരെ യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരും കടപ്പെട്ടവരുമാണ്. 5-മത്തെ ചിന്ത, ഇതെല്ലാം നമ്മളെക്കൊണ്ട് സാധിക്കണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ തിരുരക്തങ്ങൾ അനുഭവിച്ചേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നല്ല ചിന്തകൾ കൊണ്ട് ഈ സന്ധ്യ നമ്മളെ ദൈവം അനുഗ്രഹിച്ച് ധന്യമാകട്ടെ. ഒരു വാക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനും നല്ലവനുമായ ദൈവമേ, കേട്ട വാക്കുകൾക്കും കേട്ട ധ്യാനങ്ങൾക്കും കേട്ട ചിന്തകൾക്കും അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ നാഥ. വിശുദ്ധ ബലിയിൽ ഒരുങ്ങി പങ്കെടുക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ.
ഈ ശബ്ദപരിധിക്കുള്ളിൽ നിൽക്കുന്ന എല്ലാവരെയും, ലോകത്തെ മുഴുവനും, പരിശുദ്ധ സഭയെയും, എവിടെയൊക്കെ വിശുദ്ധ ആരാധന, വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം, എല്ലാ ദേവാലയങ്ങളിലും, എല്ലാ ദേവാലയങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ മനുഷ്യരിലും ദൈവം നിൻ്റെ കൃപാവരം ധാരാളമായി ചൊരിയണമേ. അവിടുത്തെ കാരുണ്യവും അവിടുത്തെ അനന്തമായ സ്നേഹവും കൃപയും കർത്താവേ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധി അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ, പ്രത്യേകാൽ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ആരുടെ ഓർമ്മ ആഘോഷിക്കുന്നുവോ ആ മഹാപരിശുദ്ധനായ മോർ ഗീവറീസ് സഹോദരയുടെ പ്രാർത്ഥനയും കാവലും കൂട്ടും കോട്ടയും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ, ഞങ്ങൾ ബലഹീനമായ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരണമേ. ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ചിന്തകൾ നിങ്ങൾ കേൾക്കുകയും ഇത് നിങ്ങൾ ഷെയർ ചെയ്യുകയും മറ്റുള്ളവരോട് പങ്കുവെക്കുകയും ഇവിടെ ഈ മാരാനാത്ത റിട്രീറ്റ് സെൻ്ററിൽ എല്ലാ മാസവും 1-ാമത്തെ ആഴ്ച നടക്കുന്ന ധ്യാനത്തിൽ വന്ന് പങ്കുചേരുകയും ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുവാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കുവാനും ഇഹത്തിലും പരത്തിലും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനും ഇടയാകും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.